ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. മാംസള ഹൃദയത്തിൽ കഠിന ഹൃദയം ക്രിസ്ത്യാനികൾക്ക് യോജിച്ചതാണോ? ദൈവം ആവശ്യപ്പെടുന്നത് മാംസള ഹൃദയമല്ലേ, അല്ലാതെ നമുക്ക് നല്ല മാംസള ശരീരവും ഹൃദയം വളരെ കഠിനമായത് അല്ലെങ്കിൽ വളരാത്തതാണെങ്കിൽ അത് നമ്മൾ കാണേണ്ടത് ഒരു ദയനീയമായൊരു അവസ്ഥയായിട്ടാണ്. ഒരു അപ്പൻ സൂചിപ്പിച്ച ഒരു കാര്യം, എൻ്റെ മകന് ഒരു 2 പേരുടെ ശരീരമുണ്ട്, നല്ല മാംസള ശരീരം. പക്ഷേ ഒരാൾക്ക് വേണ്ട ബുദ്ധി പോലും അവന് ഉണ്ടോ, അങ്ങനെ പെരുമാറുന്നുണ്ടോ എന്നെനിക്ക് സംശയം. ഒരാളെങ്കിലും ചെയ്യേണ്ട പണി അവൻ ചെയ്യുന്നില്ല, അതാണ് അവൻ്റെ അവസ്ഥ. ശരീരം നല്ല മാംസള ശരീരമാണ്. ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടത് മാംസള ശരീരത്തെക്കാൾ മാംസള ഹൃദയം. എസെക്കിയേൽ 36:25 മുതൽ വായിക്കുമ്പോൾ ഈ കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാംസള ഹൃദയമാണ് മാംസള ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൽപ്പനകൾ പാലിക്കാൻ പറ്റും, കൽപ്പനകൾ പാലിക്കുന്നത് എളുപ്പമാകും. ഹൃദയം കഠിനമാണെങ്കിൽ വചനം അനുസരിക്കുന്നതോ കൽപ്പനകൾ പാലിക്കുന്നതോ എളുപ്പമാകില്ല എന്ന്. അതുകൊണ്ട് ഈ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അത് ഞാൻ നടത്തും. ശിലാഹൃദയം മാറ്റി മാംസള ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. എസെക്കിയേൽ 11:19 വചനത്തിലും ഇതേ കാര്യം പറയപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ശിലാഹൃദയം മാറ്റി മാംസള ഹൃദയം ഞാൻ അവർക്ക് നൽകും. 1 സാമുവേൽ 25:37 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹൃദയം കഠിനമായാൽ അത് ശിലാതുല്യമാവും. കല്ലുപോലെ കഠിനമാകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഹൃദയത്തിന്. ഹെബ്രായ ലേഖനം 3:15, 4:7 ഇതെല്ലാം വായിച്ചാൽ കർത്താവ് ഒരു നിർദ്ദേശം തരുന്നുണ്ട്. ഹൃദയം കഠിനമാക്കരുത്. ഹൃദയം കഠിനമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഹൃദയം കഠിനമാവുക? ഹെബ്രായർ 3:13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പാപത്തിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ ഹൃദയം കഠിനമാകും. ചില ദുശീലങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നിസ്സാരം നുണ പറയുന്നതായിരിക്കാം. അതിങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കാം. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, ശോഷിച്ച ശരീരമാണെങ്കിലും മാംസള ഹൃദയം ഉണ്ടെങ്കിൽ അതൊരു മുതൽക്കൂട്ടാണ്. ശരീരം ഇന്ന് ചിലർ വളരെ മെല്ലിച്ചിരിക്കുന്ന ശരീരത്തെക്കുറിച്ച് വളരെ സങ്കടകരമായിട്ടൊക്കെ സംസാരിക്കും. ശരീരം മെല്ലിച്ചതാണെങ്കിലും ഹൃദയം മാംസളമാണെങ്കിൽ അതൊരു മുതൽക്കൂട്ടായിട്ട് നമ്മൾ കാണണം. യോഹന്നാന്റെ സുവിശേഷം 6:63 നമുക്ക് സുപരിചിതമല്ലേ? ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ ജഡം തൃണമാണ്. അപ്പം അതുകൊണ്ട് ശരീരത്തെക്കാൾ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഹൃദയത്തിനാണ് എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 3-ാം അധ്യായം, 6-ാം അധ്യായം ഇതെല്ലാം എടുക്കുമ്പോൾ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാസസ്ഥലമാണ്. ഇനി ആ ശരീരത്തെ നമ്മൾ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ടത് യേശുവിൽ ഒരു വാസസ്ഥലം കണ്ടെത്തി യേശുവിൽ ജീവിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ്. മദർ തെരേസ കാണാൻ സാധിക്കും. അവരെ കണ്ട അവരുടെ ശരീരം ദൂരം ഉണ്ടായിരുന്നു. അവരെ കണ്ടാൽ വളരെ മെല്ലിച്ച ഒരു ശരീരം, അവസാന കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ വളഞ്ഞു കൂനി നിൽക്കുന്ന ഒരു സ്ത്രീ. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്ര തലവന്മാർ, അവരെല്ലാം എത്രമാത്രം മദർ തെരേസയെ ബഹുമാനിച്ചു എന്നുള്ളത് നമുക്കറിയാം. മാർപ്പാപ്പമാർ, അമേരിക്കൻ പ്രസിഡന്റ് വരെ മദർ തെരേസ കയറി വരുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നെന്നാണ് പറഞ്ഞത്. അവരുടെ ശരീരം എത്ര ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞേ, ശരീരം മെല്ലിച്ചതാണെങ്കിലും ഹൃദയം മാംസളമാണെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് നാം കാണേണ്ടതാണ്. മറ്റൊരു സംഭവം ഞാൻ അവർക്കുണ്ട്. ഒരു യുവതി അവർ പറഞ്ഞത്, പലരും അവളോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്രയും കളറുള്ള നീ, ഇത്രയും സുന്ദരിയായ നീ എന്തുകൊണ്ടാണ് ഈ ഇരുണ്ട നിറമുള്ള ആളെ സ്വീകരിച്ചത് ഭർത്താവായി? അവൾ പറഞ്ഞൊരു കാര്യം, അവരൊക്കെ കണ്ടത് അവൻ്റെ കളറാണ്, പക്ഷെ ഞാൻ കണ്ടത് അവൻ്റെ ഹൃദയം. അതുകൊണ്ടാണ് ഞാൻ അവനെ സ്വീകരിച്ചത്. ആ ഹൃദയം അവർ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമൻറ്റ് അവർ പറയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെക്കാൾ ചർമ്മകാന്തിയേക്കാൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് മാംസള ഹൃദയം എന്നുള്ളത് ഈ വചനങ്ങളിലൂടെ നാം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർക്ക് വകതിരിവുള്ള ഹൃദയമില്ല, പക്ഷെ നല്ല സൗന്ദര്യം. വകതിരിവുള്ള ഹൃദയമില്ലാത്ത സുന്ദരികളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുഭാഷിതങ്ങൾ 11-ാം അധ്യായം 20-ാമത്തെ വചനം വായിച്ചാൽ മതി. സുഭാഷിതങ്ങൾ
11:20 പറയുന്നത്, വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ മൂക്കുത്തിക്ക് സമാനമാണ്. സൗന്ദര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൗന്ദര്യമുണ്ട്, പക്ഷെ വകതിരിവില്ല. മാംസള ഹൃദയമില്ലാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളെ അവരുടെ സൗന്ദര്യത്തിന് എന്ത് വില എന്നാണ് കർത്താവിൻ്റെ വചനം ചോദിക്കുക. ഹൃദയം കഠിനമാകാതെ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജെറമ്യാ 17:9 വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹൃദയം മറ്റെന്തിനേയും കാപട്യമുള്ളതും ദുഷിച്ചതുമാകാം. ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം മാറിപ്പോകാം എന്നുള്ളത് കർത്താവിൻ്റെ വചനം പറയാം. പ്രഭാഷകൻ 2:2 പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. 1 യോഹന്നാൻ 3:21 നമുക്ക് സുപരിചിതമല്ലേ. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ശരീരത്തെ നിയന്ത്രിക്കാതെ ഹൃദയം വളരത്തില്ല. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ഹൃദയം വളരത്തില്ല. കാരണം ആത്മീയതയും ലൗകികതയും ഒരുമിച്ച് പോകത്തില്ല. മത്തായി 15:10 മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സൗഖ്യം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശരീരത്തിലല്ല, ഹൃദയത്തിലാണ്. കാരണം നമ്മുടെ പല സംസാര രീതികളും പെരുമാറ്റങ്ങളും അതെല്ലാം വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയം മാംസളമല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അതനുസരിച്ച് വരും എന്നുള്ളത് ഈ വചനഭാഗം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഗലാത്യർ 5:16 പറഞ്ഞിട്ടുണ്ട്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ശരീരത്തെ നിയന്ത്രിക്കാൻ തയ്യാറാകാത്തവർക്ക് ഒരാത്മീയ വളർച്ചയോ അല്ലെങ്കിൽ മാംസള ഹൃദയമോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ദാനിയേൽ 1:17 വായിച്ചാൽ 4 യുവാക്കൾ അവർ ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കി. അവർക്ക് രുചികരമായ ഭക്ഷണങ്ങളോ സുഖജീവിതമോ അല്ല അവർ നോക്കിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവിധ വിദ്യകൾ, ജ്ഞാനം, അറിവ് ഇതെല്ലാം ദൈവം അവർക്ക് നൽകുന്നതായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അമിതാഹാരത്തിന് അടിമകളായി മാറിയിരിക്കുന്ന വ്യക്തികളുണ്ട്. ഭക്ഷണം അത് മുമ്പിൽ വരുമ്പോൾ നിയന്ത്രിക്കാൻ യാതൊരു നിയന്ത്രണമില്ലാതെ ഭക്ഷിച്ചു പോകുന്ന വ്യക്തികൾ, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.